ഹായ്, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ലേൺ ഡിജിറ്റൽ വിത്ത് അനന്തനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് XML സൈറ്റ് മാപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതേപോലെ നമ്മുടെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിലും അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു XML സൈറ്റ് മാപ്പ് നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോൾ സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ്. എന്താണ് XML സൈറ്റ് മാപ്പ്? XML സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഫയലാണ്. നമ്മുടെ വെബ്സൈറ്റിൽ ഇമ്പോർട്ടൻറ്റ് പേജസ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫയലാണ് XML സൈറ്റ് മാപ്പ്. XML സൈറ്റ് മാപ്പ് നമ്മൾ കൃത്യമായിട്ട് ഗൂഗിളിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ വെബ് പേജസും ക്രോൾ ചെയ്യാനും അതുവഴി ഇൻഡെക്സ് ചെയ്യാനും സഹായിക്കും. നമ്മൾ XML സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്തില്ല എങ്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല വെബ് പേജസും ചിലപ്പോൾ ഗൂഗിളിന് ക്രോൾ ചെയ്യുന്നത് മിസ് ആവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ കൃത്യമായിട്ട് ഇൻറ്റേർണൽ ലിങ്ക് കൊടുത്തില്ല എങ്കിൽ പല പേജസും മിസ്സാവും. അപ്പം നമ്മൾ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ വെബ് പേജ് എല്ലാം അതിൽ ലിസ്റ്റ് ആവുകയും ഒരു പേജ് പോലും മിസ്സാകാതെ ഗൂഗിളിന് കൃത്യമായിട്ട് ക്രോൾ ചെയ്യാനും അതുവഴി ഇൻഡെക്സ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിത് എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നുള്ളതാണ് ഇനി നോക്കാൻ പോകും. ഇതാണ് നമ്മുടെ വേർഡ്പ്രസ് ഡാഷ്ബോർഡ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ യോസ്റ്റ് SEO വരിക, അതിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ നമ്മളിവിടെ ചെന്നിട്ട് ക്വിക്ക് സെർച്ചിൻ്റെ അവിടെ XML സൈറ്റ് മാപ്പ് എന്ന് സെർച്ച് ചെയ്യുക. XML സൈറ്റ് മാപ്സ്, അതായത് നമ്മുടെ യോസ്റ്റ് SEOയിൽ XML സൈറ്റ് മാപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വ്യൂ ദി XML സൈറ്റ് മാപ്പ് എന്ന് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ സൈറ്റ് മാപ്പിൻ്റെ URL-ഉം നമ്മുടെ വെബ് പേജസിനെ കുറിച്ചുള്ള സ്ട്രക്ചേർഡ് ഡേറ്റ എല്ലാം ഇതിലാണ് വരുന്നത്. ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ മേളിൽ കാണുന്ന URL-ന്റെ ഏറ്റവും എൻഡിങ് പാർട്ട് സ്ലഗ് ആയിട്ടുള്ള സൈറ്റ് മാപ്പ് _index.xml എന്ന ഭാഗം മാത്രം കോപ്പി ചെയ്യുക. ഇനി നമ്മൾ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യുന്നത് ഗൂഗിൾ സെർച്ചിലാണ്. ഗൂഗിൾ സെർച്ച് കൺസോളിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ ഡാഷ്ബോർഡാണ് ഇനി നമ്മളൊരു വീഡിയോയിൽ ഇതെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ചെന്നിട്ട് ഇതാണ് ഡാഷ്ബോർഡ്. ഇതിൻ്റെ ഏറ്റവും ഇൻഡെക്സിങ്ങിൻ്റെ താഴെ സൈറ്റ് മാപ്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ ചെന്നിട്ട് നമ്മൾ ഈ എൻഡിങ് URL കൊടുക്കുക, സൈറ്റ് മാപ്പ് _index.xml എന്ന പാർട്ട്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്മിറ്റിംഗ് സൈറ്റ് മാപ്പ് എന്ന് കാണും. കുറച്ചൊരു 2-3 സെക്കൻഡ് ആകുക, സബ്മിറ്റ് ആകും. അപ്പോൾ ഡിസ്മിസ് കൊടുക്കുക. അപ്പോൾ ഈ സൈറ്റ് മാപ്പ് നമ്മളിവിടെ ഏകദേശം സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് ഈ സബ്മിറ്റ് ചെയ്ത സൈറ്റ് മാപ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ അതായത് നമ്മൾ ഈ സൈറ്റ് മാപ്പിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പോയിട്ട് നമ്മൾ റിമൂവ് സൈറ്റ് മാപ്പ് എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. അതായത് നിലവിൽ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്തത് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും.